മരിച്ചുകിടക്കുന്നവരുടെ മുഖം കാണുമ്പോൾ നിർവികാരരായി നോക്കി നിൽക്കാനല്ലാതെ മരണമെന്ന യാഥാർത്ഥ്യത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താൻ ഒരു ശാസ്ത്രത്തിനും സാങ്കേതികതയ്ക്കും ആവാതെ വരുമ്പോൾ മനുഷ്യന്റെ ദുർബലത എത്രമാത്രമാണെന്ന് ബോധ്യമാകുന്നുവെന്ന് കുറിക്കുകയാണ് അഷ്റഫ് താമരശ്ശേരി. കൊറോണ വ്യാപനം നൽകിയ വേദനകൾ മായും മുമ്പെയാണ് പ്രവാസികളെ തേടി ആ ദുരന്ത വാർത്ത എത്തിയത്. മലയാളി പ്രവാസി സമൂഹത്തെ വേദനയിലാഴ്ത്തി മുങ്ങിമരിച്ച പിതാവിന്റെയും മകളുടെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോയി. എംബാമിംഗ് സെന്ററിൽ മരിച്ചവരുടെ മുഖം ഒരു നോക്കു കാണാൻ ബന്ധുക്കളും സുഹൃത്തുക്കളും ഇസ്മായിലിന്റെ സഹപ്രവർത്തകരുമടക്കം ഒട്ടേറെ പേരാണ് എത്തിയിരുന്നത്. സായാഹ്നം ചിലവഴിക്കാൻ ഷാർജ അജ്മാൻ അതിർത്തിയിലെ പുതുതായി തുറന്ന അൽഹീറ ബീച്ചിൽ ചെന്ന കോഴിക്കോട് ബാലുശ്ശേരി ഈയാട് താഴേച്ചന്തം കണ്ടിയിൽ ഇസ്മായിൽ, മകൾ അമൽ ഇസ്മായിൽ എന്നിവർ കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ടാണ് കടലിൽ മുങ്ങി മരിച്ചത്. പിതാവും മകളും തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു. പഠിക്കുന്ന കാര്യത്തിലും മറ്റുള്ള കാര്യത്തിലും പ്രായത്തിൽ കവിഞ്ഞ അതിസാമർഥ്യമുണ്ടായിരുന്നു മകളായ അമലിന്. ഉപ്പായും മോളും ഇഷ്ടത്തിന്റെ കാര്യത്തിലും സ്നേഹത്തിന്റെ കാര്യത്തിലും മത്സരം തന്നെയായിരുന്നു. വിധി മരണത്തിന്റെ കാര്യത്തിലും വേർപിരിച്ചില്ല എന്നും അഷ്റഫ് താമരശ്ശേരി കുറിക്കുകയുണ്ടായി. അഷ്റഫ് താമരശ്ശേരി പങ്കുവച്ച കുറിപ്പിന്റെ പ്രസക്ത ഭാഗം ഇങ്ങനെയാണ്. ഇസ്മായിലിന്റെ 3 മക്കളും അനുജന്റെ 2 മക്കളുമാണ് ഒഴുക്കിൽപ്പെട്ടത്. 4 പേരെയും രക്ഷിച്ച് കരക്കെത്തിച്ച ഇസ്മായിൽ അമലിനെ രക്ഷിക്കാൻ വെള്ളത്തിലേക്ക് ചാടി. എന്നാൽ ഇരുവരും മുങ്ങിത്താഴുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അവധി ആഘോഷിക്കാൻ 3 മാസത്തെ വിസിറ്റ് വിസയിൽ ഇസ്മായിലിന്റെ കുടുംബം ഇവിടെ എത്തിയത്. 14 വർഷമായി ദുബായ് RTOയിൽ ജീവനക്കാരനാണ് ഇസ്മായിൽ. ഭാര്യ നഫീസ, മറ്റു മക്കൾ അമാന, ആലിയ. ഇസ്മായിലിന്റെ ഭാര്യ നഫീസ കുറച്ചുനാൾ അജ്മാനിലെ ഒരു സ്വകാര്യ സ്കൂളിലെ അധ്യാപികയായിരുന്നു. നഫീസയും മറ്റു മക്കളും നോക്കി നിൽക്കുമ്പോഴാണ് അപകടം സംഭവിച്ചത്. ഈ കുടുംബത്തിന് എങ്ങനെ താങ്ങുവാൻ കഴിയും ഉപ്പായുടെയും മകളുടെയും വേർപാടിനെ? പടച്ചവൻ അതിനുള്ള ധൈര്യം ഈ കുടുംബത്തിന് നൽകുമാറാകട്ടെ. ആമീൻ. നാളെ നമുക്ക് എന്താണ് സംഭവിക്കുക എന്ന് ഒരാളും അറിയുകയില്ല. നമ്മൾ ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുകയെന്നും ആരും അറിയുകയില്ല. തീർച്ചയായും അല്ലാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. പടച്ചവൻ നമ്മെ എല്ലാവരെയും അപകടമരണങ്ങളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും ആളുകൾ വെറുക്കുന്ന രോഗങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. പിതാവിന്റെയും മകളുടെയും വിയോഗം മൂലം കുടുംബത്തിനുണ്ടായ വേദനയിൽ പങ്കുചേരുന്നതോടൊപ്പം ഇരുവരുടെയും പരലോക ജീവിതം പടച്ചതമ്പുരാൻ ധന്യമാക്കി കൊടുക്കട്ടെ. ആമീൻ എന്നാണ് അഷ്റഫ് താമരശ്ശേരി കുറിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.